ഫ്രണ്ട്സ്, ഇത്ര രാത്രി ഞങ്ങൾ എവിടെ പോകുവാന്നല്ലേ ചിന്തിക്കുന്നത്. ഇന്ന് എൻ്റെ ഫ്രണ്ടും ഇക്കയുടെ കൂട്ടുകാരൻ്റെ വൈഫായ സെറീനയുടെ ബർത്ത്ഡേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവർക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബർത്ത്ഡേ കഴിയാറായപ്പോഴാണ് കേട്ടോ പോയത്. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. വലിയ സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഒറ്റത്തൊരു മൈനയെന്ന് പറഞ്ഞ പോലെ ഷുഹൈബിക്ക വീടിന് വാതിക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തട്ടി വിളിച്ചപ്പോൾ സെറീന ഇറങ്ങി വന്ന. അവളൊന്ന് ഞെട്ടി കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അവൾ ഇന്നലെ രാത്രി പ്രതീക്ഷിച്ചു, പക്ഷെ ഇന്ന് രാത്രി ബർത്ത്ഡേ കഴിയാൻ നേരം ഞങ്ങൾ വരുമെന്ന് ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞങ്ങൾ അകത്തോട്ട് ചെന്നപ്പോൾ അമ്രാമോളൊക്കെ ഉറങ്ങിപ്പോയി. പിന്നെ അവളെ വിളിച്ച് കുത്തി പൊക്കി എണ്ണിപ്പിക്കുകയൊക്കെ ചെയ്ത്. ഷുഹൈബിക്ക് എന്താ പുറത്തോട്ട് പോയിട്ട് വന്നപ്പോഴാണ് ഞങ്ങളെ കണ്ടത്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്ന് അമ്ര എണ്ണിക്കാൻ ഭയങ്കരമായിട്ടും താമസിച്ച്. അമ്രമോൾക്ക് ഇതേപോലെ ഒരു ദേഷ്യമില്ല ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണ്ണിപ്പിക്കുന്നതിന്. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആളെ എണ്ണീറ്റ് വന്ന് ഞങ്ങളെല്ലാം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ കേക്കെല്ലാം കട്ട് ചെയ്യാനായിട്ട്. ഞങ്ങളിത് ഇവിടെ കട്ട വെയിറ്റിംഗ് ആയിരിക്കും. ഞങ്ങൾ പറഞ്ഞു വാ കേക്ക് കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് രണ്ടുപേരെയും വിളിച്ചോണ്ടും വരുന്നുണ്ട്. പിള്ളേരൊക്കെയാണ് വൻ ഹാപ്പി. കേക്കെല്ലാം കട്ട് ചെയ്യാൻ സെറ്റ് ചെയ്ത് നമ്മൾ ടേബിളിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. അവരിങ്ങോട്ട് വന്ന് പിള്ളേരും സെറീനായും ഷുഹൈബിക്കെല്ലാം കൂടെ കേക്കെല്ലാം കട്ട് ചെയ്തു. Happy birthday to you. May God bless you. May God bless you. Bless you, dear Serena. Happy birthday to you. ഇക്കായി ഞങ്ങൾ ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി. പിന്നെ എല്ലാവർക്കും കേക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വായി വെച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചെറിയൊരു സമ്മാനമായിട്ട് അവർക്ക് കൊടുത്ത് പാത്തും മനും കൂടെ കൊടുത്തത്. എല്ലാവരും കൂടെ കേക്കെല്ലാം കഴിച്ച് ജ്യൂസെല്ലാം കുടിച്ച് ഒന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്.